രണ്ടാമത്തെ കാര്യം എന്താ അറിയോ, എഗെയിൻസ്റ്റ് ലൈറ്റിൽ ഫോട്ടോ എടുക്കരുത്. പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫിയിൽ എഗെയിൻസ്റ്റ് ലൈറ്റ് നല്ല രസമാണ്. പക്ഷേ മൊബൈൽ ഫോട്ടോഗ്രാഫിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എഗെയിൻസ്റ്റ് ലൈറ്റ് എടുത്താലേ കൂട്ടു അപ്പോൾ ക്യാമറയ്ക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അവിടെ ലൈറ്റ് കൂടുതലാവും, നമ്മൾ ഇരുട്ടിലാവും. അപ്പോൾ നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ക്യാമറ അതിൻ്റെ ISO എന്നൊക്കെ പറഞ്ഞ സാധനങ്ങൾ കൂട്ടും. അതുകൊണ്ട് എന്താ കുഴപ്പമെന്നറിയോ, നമ്മുടെ ഇവിടെയൊക്കെ നോയ്സ് കൂടും, ഇങ്ങനെ കുത്തു പോലെ കാണും. മനസ്സിലായോ? അപ്പോൾ എഗെയിൻസ്റ്റ് ലൈറ്റ് സണ്ണിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ വീട്ടിലും ഒക്കെ അങ്ങനെയാണ് അത് ട്രെയിൻ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് അതെങ്ങനെയാണ് നോക്കാം ലൈവായിട്ട്. ഇപ്പം ഞങ്ങൾ എന്ത് ചെയ്യാണ്, എഗെയിൻസ്റ്റ് ലൈറ്റിൽ ഫോട്ടോ എടുക്കുകയാണ്. കുട്ടിയെടുത്തോ? ഓക്കെ, മതി. ഇനി ആ പടം കാണിച്ചേ. ഇത് ഈവനിങ്ങിൻ്റെ ഒരു രസമുണ്ട്, പക്ഷേ ആളെ വെച്ച് നോക്കി കുറച്ച് നോയ്സൊക്കെ വരും അതിൽ. ഇനി തിരിച്ചതേപോലെ തന്നെ എടുക്ക്, നീ അപ്പുറത്തേക്ക് കണ്ടോ, സൂര്യൻ അവിടെയാണ്. അപ്പോൾ എഗെയിൻസ്റ്റ് ലൈറ്റ് അല്ലാതെ ഡയറക്റ്റ് ലൈറ്റ് എടുത്ത് നോക്കുക. ഇത് കണ്ടോ, ഇത് നല്ല ഷാർപ്പായിട്ടും നല്ല നോയ്സ് ഇല്ലാതെയും കിട്ടും. ഇത് കണ്ടോ, ഇത് ഫേസ് ഇത്തിരി ഇരുട്ടിലാണ്.